നല്ലൊരു ലാമ്പ് കുറുമ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് കണ്ടോ, ഞാൻ നല്ല മട്ടന്, ഇത് നല്ല ഇളത്ത മട്ടനാണ്. ഇത് നല്ലപോലെ മഞ്ഞളും ഉപ്പും തൈരും ഒഴിച്ച് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളത് 2 വലിയ സവോളയാണ്. ഇത് ഞാൻ നല്ല പൊടിയായിട്ട് അരിഞ്ഞ് നല്ലപോലെ കനം കുറച്ചരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ ഒരു 8-10 വെളുത്തുള്ളിയെ 2 വലിയ കഷ്ണം ഇഞ്ചിയെ ഇത് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ മിക്സിക്കകത്ത് അടിക്കുന്നുണ്ട് എല്ലാം കൂടെ. ഇതൊരു 10 പച്ചമുളകുണ്ട്. നമ്മൾ മുളക് പൊടി ഒട്ടും ചേർക്കുന്നില്ല, അതുകൊണ്ട് ഒരു 10 പച്ചമുളക്. എരിവ് അനുസരിച്ച് കൂടുതലോ കുറവോ നമുക്ക് ചേർക്കാം. ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി ഇടണം. പിന്നെ ചെറിയൊരു തക്കാളി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി വേണം, ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂണ് ഗരം മസാല. പിന്നെ ഇത് ഞാൻ ഇച്ചിരി കപ്പലണ്ടിയും കിസ്മസും ഇതൊന്ന് വഴറ്റി നമുക്ക് ചേർക്കാൻ വേണ്ടിയാണ്. ഈ ക്യാരറ്റ് ഞാൻ അതുപോലെ ഇത് കണ്ട നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് വഴറ്റി ചേർക്കാം. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ തേങ്ങാപ്പാലിനകത്താണ്, നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നില്ല. ഇത് 1 മുറി തേങ്ങയുടെ പാല് ഞാൻ തലപ്പാലൊന്നും എടുത്തിട്ടില്ല, മൊത്തത്തോടെ ഇങ്ങനെ നമ്മൾ ചിരണ്ടി ഞാൻ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. നല്ലപോലെ ഒരു തേങ്ങാപ്പാലിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ 1 സ്പൂണ് വിനാഗിരിയും കൂടിയും ചേർക്കുന്നുണ്ട്. ഒരു പുളി അനുസരിച്ച് തക്കാളി ചെറിയത് നമ്മൾ ചേർക്കുന്നുള്ളൂ, എങ്കിലും 1 സ്പൂണ് വിനാഗിരിയും കൂടി നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ആദ്യം തന്നെ ഞാൻ ഈ കപ്പലണ്ടിയും ഈ ക്യാരറ്റും എല്ലാം ഒന്ന് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഞാൻ മിക്സിക്കകത്ത് ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇത് പാൻ ചൂടാക്കി ഇതെല്ലാം വഴറ്റാം. നമുക്ക് ആദ്യം തന്നെ മിക്സിക്കകത്ത് ഞാനിത് ഈ വെളുത്തുള്ളിയും ഇഞ്ചി ഇടാം. ഈ പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ പകുതി പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ ഇടാം, പകുതി നമുക്ക് ഉള്ളിയുടെ കൂടെ വഴറ്റാം. പിന്നെ ഇത് 2 സ്പൂൺ മല്ലിപ്പൊടിയാണ്, ഇതും ചേർക്കാം. ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി മതി, അതും കൂടെ ചേർക്കാം. ഇത് ഗരം മസാല 1 സ്പൂണുണ്ട്, അത് ചേർക്കാം. ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർക്കാം. ഇതെല്ലാം നമ്മൾ മിക്സിക്കകത്ത് വെള്ളം ഒഴിച്ച് അരച്ച് നമുക്ക് നല്ലൊരു പേസ്റ്റാക്കി എടുക്കാം. പാൻ ചൂടായിട്ടാണ് ഞാൻ ഈ കപ്പലണ്ടി കിസ്മസും ആദ്യം നമുക്ക് മൂപ്പിച്ച് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ ഇടുന്നില്ല ഇതിനകത്ത് കറിക്കകത്ത്, നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഒന്ന് ചുമ്മാ നമുക്കതിനകത്ത് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതിനി മാറ്റാം. നമുക്കിനി ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി വേവേണ്ട, നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. നമ്മുടെ ക്യാരറ്റ് വഴന്നിട്ടുണ്ട്, ഞാൻ ഇതിനി മാറ്റുവാണ്. ഇത് 2 സ്പൂൺ എണ്ണയുണ്ട്. നമ്മൾ ഈ ക്യാരറ്റും കപ്പലണ്ടിയും കിസ്മസും ഒക്കെ ഇതിനകത്ത് തന്നെയാണ് വഴറ്റിയെടുത്തത്. കടുക് പൊട്ടി ഞാൻ ഇനി ഉള്ളി ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴലണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടിയും ചേർക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. ഇത് നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട്. ഞാനിനി ഈ മിക്സിക്കകത്ത് ഇത് കണ്ടോ നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ അരച്ചത് ഇനി ഇതിനകത്ത് ചേർക്കാം. നല്ല പച്ചമണം മാറുന്നത് വരെ നമുക്കിത് ഇളക്കി മൂപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി മസാല ഇടുന്നുള്ളൂ. നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ എണ്ണ തെളിയുന്ന വരെ നമുക്ക് മൂപ്പിക്കാം. നമ്മുടെ മസാലയെല്ലാം നല്ലതുപോലെ മൂത്തത് കൊണ്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ മല്ലിപ്പൊടി നല്ലതുപോലെ പച്ചമണം മാറണം. നമ്മൾ ഒരു നോൺ സ്റ്റിക്കിനകത്താണെങ്കിൽ നല്ലതുപോലെ ഇളക്കി വേഗം നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും ചേർക്കാം. നമുക്ക് ഈ തക്കാളിയും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഞാൻ ഈ കുക്കറിനകത്തോട്ട് മട്ടൺ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ കടയിൽ നിന്ന് ഈ മസാലയെല്ലാം നമുക്ക് കുക്കറിൽ ചേർക്കാം. ഈ കുക്കറിനകത്തോട്ട് നമ്മൾ ഈ മസാലയെല്ലാം നല്ലതുപോലെ ചേർക്കാം. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി നമ്മൾ ഒരു 2 വിസിൽ വരുമ്പോൾ നമ്മുടെ മട്ടൺ വേകും. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും കൂടെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് പിന്നെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് എടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഒരു കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. നമുക്ക് ഒരു 2 തണ്ട് കരിയാപ്പില.
ഇനി നമ്മൾ നല്ലപോലെ ഇളക്കി മിക്സാക്കി ഒരു 2 വിസിൽ വരുന്നവരെ വെക്കാം. 2 വിസിലായിട്ടുണ്ട്. നമ്മൾ ഈ കുക്കറിൽ വേവിക്കുന്നത് നമ്മൾ നോൺ സ്റ്റിക്കിനകത്താണെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോകാതെ നമുക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ കടയിൽ മസാല മൂപ്പിച്ച് പിന്നെ കുക്കറിലോട്ട് നമ്മൾ മാറ്റുന്നത്. ഇത് ഇച്ചിരി ഒന്ന് വെന്ത് കുറുകുന്ന വരെ, ചാറ് കുറുകുന്ന വരെ നമുക്ക് വെക്കാം. ഈ സമയത്ത് ഞാൻ ഈ വഴറ്റിയ ക്യാരറ്റും ഈ കപ്പലണ്ടിയും കിസ്മസും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർക്കാം. ഇപ്പം ഇത് ഇച്ചിരി ഒന്ന് നമുക്ക് ചാറ് കുറുകുന്ന വരെ നമുക്ക് വെക്കാം. പിന്നെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മളിപ്പോൾ ഇത് കണ്ടോ, കുക്കറിൻ്റെ അടുപ്പ് തുറന്ന് വെച്ച് നമ്മുടെ ചാറ് ആവശ്യത്തിന് പറ്റിച്ചെടുത്തിരിക്കുകയാണ്. ഇത്രയും മതി, നമ്മൾ ഒരുപാട് കുറുക്കി പോകണ്ട നമുക്ക്. ഇനി ഇത് ഗ്യാസ് ഞാൻ ഓഫാക്കുവാണ്. ഓഫാക്കി ഞാൻ 1 സ്പൂൺ വിനാഗിരിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുവാണ്. ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ലാമ്പ് കുറുമ റെഡിയാണ്. ചപ്പാത്തിക്കും നാനിനും ഒക്കെ കൂട്ടാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.